ഹായ് ഫ്രണ്ട്സ്, ഇനി പിടിക്കാണ്ടതിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, അതായത് ഈ കാപ്പി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ കാപ്പി കൃഷിക്കാർക്കൊക്കെ അറിയാം. കാപ്പി നമ്മൾ പറിച്ച് ഉണക്കി കടയിൽ കൊണ്ടു കൊടുക്കും. അതോടെ നമ്മുടെ ഇത് തീർന്നു. ഒരു കർഷകൻ്റെ ഉത്തരവാദിത്വം അതോടെ തീർന്നു. അപ്പോൾ ഈ കാപ്പി കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ ബാക്കി കടക്കാരനാണ്. അപ്പോൾ ഈ കടക്കാരനത് ഈ കാപ്പി എങ്ങോട്ടാണ് കൊടുക്കുന്നത്, അതിപ്പോൾ എന്ത് ആക്കിയിട്ടാണ് നമുക്ക് പിന്നെ അത് പൊടിയായിട്ടാണ് നമുക്ക് പിന്നെ മാർക്കറ്റിൽ ലഭിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ഈ കാപ്പി കടയിൽ നിന്ന് മില്ലിലേക്കാണ് കൊണ്ടുപോകുക. അതായത് ഈ കാപ്പി ഉണ്ടക്കാപ്പി കുത്തി പരിപ്പാക്കുന്ന മില്ലിലേക്കാണ് കാപ്പി കൊണ്ടുപോകുക. അപ്പോൾ ആ മില്ലിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മില്ല് വരുന്നത്. മില്ലിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊത്തം ഇവിടെ നിന്നാണ്. ഈ ചേട്ടനാണ് മില്ല് മൊത്തം കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ഓപ്പറേറ്റർ, മില്ലിൻ്റെ ഓപ്പറേറ്റർ. ഇതിൻ്റെ തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞു തരാം. ഉണക്ക കാപ്പി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ കൂട്ടിയിടും, അല്ലേ? ഇവിടെ കൂട്ടിയിടും. ഇപ്പോൾ ഈ കുഴി കൂടി കാപ്പിക്കുരു താഴേക്ക് പോയിട്ട് ഇതില്ലേ, ഇതിൽ ഈ കാപ്പിക്കുരി ഒന്നും വരില്ലല്ലോ, ഇല്ല. ഇതിലെ മൊത്തം മുകളിലേക്ക് കാപ്പിക്കുരു കയറും. മുകളിലൊരു മോട്ടർ ഇരിപ്പുണ്ടേ. മോട്ടർ വഴിയാണ് സംഗതി മുകളിലേക്ക് കയറുന്നത്. എന്നിട്ട് അവിടുന്ന് ഈ പൈപ്പ് വഴി താഴേക്ക് വരും. ഇവിടെ വന്നിട്ട് ക്ലീനർ, അല്ലേ? ഇവിടുന്ന് പൊടിയെല്ലാം ക്ലീൻ ചെയ്ത്, പൊടി ഇതേപോലെയുള്ള ഈ ചപ്പ് ചവറുകളും ഇതെല്ലാം ക്ലീൻ ചെയ്ത് സാധനം പിന്നെ അവിടുന്ന് നേരെ ഇതുവഴി താഴെ വന്ന് ഇവിടെ വരും. ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് പിന്നെ ഈ പൈപ്പ് എന്താ കൊടുത്തേക്കുന്നത്? അതിൽ നിന്ന് പിന്നെ പൊടി വരാൻ വേണ്ടി. അതിൽ പരിപ്പ് ആകി കഴിയാത്ത തൊലിയുള്ളത് ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നിട്ട് ഇവിടെ ഇടും. അപ്പോൾ ഇവിടുന്ന് ക്ലീനറിൽ നിന്ന് നേരെ പൊടിയല്ല കാപ്പിക്കുരു വന്ന് ഇതിലേക്ക് വീഴും. അതിൽ വീണതിന് ശേഷം ഇതിൽ കൂടി കയറും, അല്ലേ? ഇതെന്താ സംഭവം? അത് പിന്നെ തുറന്നു വിടും. അളവ് മാറ്റാനുള്ള, അല്ലേ? അതാണ് നമ്മൾ കാപ്പിക്കുരു എത്ര ചെല്ലണം എന്നുള്ളതിൻ്റെ അളവ്. എന്നിട്ട് അവിടുന്ന് നേരെ മുകളിലേക്ക് പൊന്തി, മുകളിലും കണ്ടോ, മുകളിൽ അവിടെ ഒരു മോട്ടറുണ്ട്. അവിടെ മോട്ടർ വെച്ചിട്ടാണ് പരിപാടി. ഫുള്ള് മോട്ടറിലാണ് ഇതിൻ്റെ സംഗതികൾ മൊത്തം ഓടുന്നത്. എന്നിട്ട് അവിടുന്ന് ആ പൈപ്പ് വഴി നേരെ ഇതിലേക്ക് വരും. ഇതാണ് അള്ളർ, അല്ലേ? അള്ളർ. അതിൽ വന്നതിന് ശേഷം കാപ്പിക്കുരു ഇതിലെ ഇങ്ങനെ കറക്റ്റ് അരിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി താഴേക്ക് വരും, അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടി താഴേക്ക് വരും. താഴേക്ക് വന്നതിന് ശേഷം ഇത് കണ്ടോ, ഇതേപോലെ പരിപ്പായിട്ടാണ് ഇതിലേക്ക് വരിക. ഇതിൽ പിന്നെ കുരുവുണ്ട്. കുരുവല്ല, പരിപ്പായതിൽ തന്നെ ചിലപ്പോൾ ഇത് കണ്ടില്ലേ, തൊലി വരും. ആ തൊലി വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകും, അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് നേരത്തെ ആ കാണിച്ച പൈപ്പിൽ കൂടി, അതായത് ഈ പൈപ്പിൽ കൂടി തന്നെ ആ പരിപ്പിൽ തൊലി ഉള്ളത് ഈ പൈപ്പിൽ കൂടി തന്നെ നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അത് പിന്നെ ഇതിൽ കൂടി കയറി അള്ളറിലേക്ക് തന്നെ പോയിട്ട് പരിപ്പായിട്ട് പിന്നെയും താഴെ വരും. പരിപ്പായത് അവിടുന്ന് നേരെ ഈ വഴി വന്നിട്ട് ഇവിടെ വേറൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതെന്താണ്? ഇത് എയർ പോകാനാ, അത് പൊടി പോകാനാ? പൊടി എയറൊക്കെ പോകാൻ വേണ്ടി. എന്നിട്ട് അവിടുന്ന് നേരെ വന്നിട്ട് ഇതിൽ കൂടി കയറിയിട്ട് മുകളിലൊരു മോട്ടർ ഉണ്ട് കേട്ടോ, അതിൽ കൂടി പരിപ്പൊക്കെ വലിച്ച് കയറി അപ്പുറത്തേക്കാണ് പോവുക. അപ്പോൾ അപ്പുറത്ത് വരുന്ന പരിപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചത്. അപ്പോൾ ഇവിടുന്ന് 2-3 ടൈപ്പ് നേരെ 2-3 സൈസിലാണ് സംഗതി ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ആ പൈപ്പിൽ കൂടി പരിപ്പായിട്ട് ഇവിടെ വരും. ഇതുണ്ടല്ലോ, ഇതിലിനി മറ്റ് തൊലിയ കാര്യങ്ങളൊന്നുമില്ല. നല്ല സൂപ്പർ പരിപ്പാണ്. ഇത്രയാണ് ഇത് മെഷീൻ ഓൺ ആക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനം വരുന്നത്. നമുക്ക് മെഷീൻ ഓൺ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ചേട്ടന്മാരിവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഇവിടെ ലോഡ് ഇറക്കുന്ന ആൾക്കാർ. ഇവർ സ്ഥിരം ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്മാരാണ്. ഇവർ പെട്ടെന്ന് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ലോഡ് ഇറക്കി തീർക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇതെല്ലാം മില്ലിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ കൊണ്ടുപോയി അടുക്കുക. അവിടെ മില്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മില്ലിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഞാൻ ഒന്നും പറയില്ല, കാരണം ഭയങ്കര സൗണ്ടാണ്, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ ഞാൻ പോയിട്ട് കാണിച്ചു തരാം.
കാപ്പിക്കുരു ഇട്ട് കൊടുത്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ കാപ്പിക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ കയറി മേളിൽ നിന്ന് പൈപ്പ് വഴി താഴെ ക്ലീനറിലുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇതുവഴിയാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ കുരു വരുന്ന കണ്ടില്ലേ, ഇതിലിങ്ങനെ വന്നിട്ട് ഇവിടെ ഇവിടുന്ന് നേരെ മേളിലേക്ക് കയറിയിട്ട് നേരെ അള്ളറിലേക്കാണ് പോവാം. ആ അള്ളറിലാണ് അവിടെ കിടന്ന് അതിൽ നിന്നാണ് പരിപ്പ് താഴേക്ക് വരിക. കുരു, പരിപ്പല്ല, സോറി, കുരു. ഇതൊക്കെ ഒരു പച്ചക്കറി വെച്ച് കറക്കുന്ന പരിപാടിയാണ് കേട്ടോ. അവിടെ മോട്ടർ വെച്ചിട്ടുണ്ട്. ഈ മോട്ടറാണ് ഇത് മൊത്തം പ്രവർത്തിക്കുന്നത്. ഈ സാധനം ഉള്ളത് അതിന് നേരെ പോകുന്നുണ്ട്. ഇതിൻ്റെ പൈപ്പ് അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് ആ പൈപ്പ് വഴിയാണ് അപ്പുറത്തേക്ക്. ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടില്ല, കാരണം ഇത് ഇപ്പം മെഷീൻ ഓൺ ആക്കിയതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ ഇതിൽ കൂടി ഇങ്ങോട്ട് വരും. ഇത്രയാണ്, അതായത് ഫസ്റ്റ് പ്രോസസ്സിംഗ് ആണിത്. പരിപ്പ് കാപ്പി കുത്തി പരിപ്പാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇത് ഇങ്ങനെ ഈ ഒരു സംഭവം ഇത് അറിയാത്തവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം കാപ്പി കൊണ്ടുപോകുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ അവിടുന്ന് എന്താണെന്ന് ആർക്കും അങ്ങനെ പല ആൾക്കാർക്കും അറിയില്ല. അറിയുന്നവരുണ്ട്, അറിയാത്തവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും, വെറൈറ്റി വീഡിയോസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതോടെ വരെ ബൈ.